വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ ജോസ് കുട്ടി ചേരുകയാണ്. നമസ്തേ, സ്വാഗതം സ്പെഷ്യൽ എഡിഷൻ ജനം ഡിബേറ്റിലേക്ക്. ട്രംപ് വ്യക്തമായി നൽകുന്ന സൂചന ഒന്നുണ്ട്: ടു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, ടു റീഗെയിൻ അമേരിക്കാസ് ഗ്രേറ്റ്നെസ്. അതിനൊപ്പം അദ്ദേഹം പറയുന്നത് ശക്തമായ സാമ്പത്തിക വളർച്ച, ഇക്കണോമിക് ബൂം ഉണ്ടാക്കും എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു. ജോബ് ക്രിയേഷൻ, തൊഴിലുകൾ സൃഷ്ടിക്കും. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനോട് അനുകൂലമായ ഒരു ആറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിൻ്റെ പ്രോ ബിസിനസ് സ്റ്റാൻസ് എന്ന് പറയാവുന്ന സംഗതി. എത്രയൊക്കെ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അത് സാമ്പത്തിക നില ഭദ്രമാക്കും, സാമ്പത്തിക അവസ്ഥയിൽ, സാമ്പത്തിക നിലയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കും, സമ്പദ്ഘടന വളർത്തും എന്നുള്ളൊരു സൂചനയാണ് ആഗോളതലത്തിൽ ഉയരുന്നത്. ഡോക്ടർ ജോസ് കുട്ടി എങ്ങനെ കാണുന്നു ട്രംപിൻ്റെ രണ്ടാം വരവ്? ട്രംപിൻ്റെ രണ്ടാം വരവ് ഈ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയെ മഹത്തരമാക്കുക എന്ന് തുടങ്ങിയാണ് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചരണം ആരംഭിക്കുന്നത്. ഈ ഇലക്ഷൻ പ്രചരണം തുടങ്ങി ഇന്നുവരെ അദ്ദേഹം ആ ആശയത്തിൽ ഊന്നിക്കൊണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും വളരെ കൃത്യമായി അതിൽ തന്നെയാണ് അദ്ദേഹം ഊന്നി നിൽക്കുന്നത്. അതിൽ നിന്ന് അദ്ദേഹം ഒരു അല്പമൊന്ന് മാറിയിട്ട് മേക്ക് അമേരിക്ക റിച്ച് അഗെയിൻ, അമേരിക്കയെ സമ്പന്നമാക്കുക എന്നൊരു മുദ്രാവാക്യമാണ് ഇപ്പോൾ കൂടുതലായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെയാണ് താങ്കൾ സൂചിപ്പിച്ച അമേരിക്കയുടെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതും, അമേരിക്കയ്ക്ക് കൂടുതലായിട്ട് റിസോഴ്സസ് ലഭ്യമാക്കുക, അങ്ങനെ അമേരിക്കയെ മഹത്തരമാക്കുക. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സമ്പന്നമായിട്ടുള്ള, വെൽത്തിയായിട്ടുള്ള അമേരിക്ക മാത്രമാണ് മഹത്തായ അമേരിക്ക എന്നുള്ള കാഴ്ചപ്പാടാണ്. അത് ട്രംപ് എന്ന് പറയുന്ന ബിസിനസ് മാൻ പ്രസിഡന്റ് ആകുമ്പോൾ സംഭവിക്കുന്ന അമേരിക്കയുടെ ഒരു മാറ്റമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. ഈ മാറ്റം ലോകത്താകമാനം ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിലുമൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാകും. എന്ന് പറഞ്ഞാൽ നമ്മൾ അമേരിക്കയുമായി ഏത് തരത്തിലുള്ളൊരു ബന്ധത്തിലേക്കാണ് പോകുന്നത്, പ്രത്യേകിച്ചും ഇന്ത്യ. നമ്മുടെ ബന്ധത്തിൽ, ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വളരെ കല്ലുകടികൾ ഉണ്ടെങ്കിലും അതിൽ വ്യാപാര സംബന്ധമായ കാര്യങ്ങളും ഒരു പ്രശ്നം തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നയമെന്ന് പറയുന്നത് നികുതി, ഏത് രാജ്യത്തിൽ നിന്നാണെങ്കിലും അവിടെ നികുതി വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു നയം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അത് സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ ട്രംപിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നയം, അദ്ദേഹം അമേരിക്കയുടെ വ്യാപാരം മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് താല്പര്യങ്ങളും കൂടി അതിനോടൊപ്പം ചേർത്ത് വയ്ക്കുന്ന ഒരു രീതിയുണ്ട്. ഉദാഹരണമായിട്ട് ഇന്ത്യയിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുംബൈയിലും പൂനെയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ട്രംപ് ടവേഴ്സ് എന്ന രീതിയിൽ റിയൽ എസ്റ്റേറ്റ് വ്യാപാരം വലിയ രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് ഇനി ഇന്ത്യയിലെ തന്നെ പല പ്രധാനപ്പെട്ട പട്ടണങ്ങളിലേക്കും, ബാംഗ്ലൂർ, അഹമ്മദാബാദ്, കൽക്കട്ട, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു വ്യാപാരിയായിട്ടുള്ള പ്രസിഡൻ്റാണ്, അദ്ദേഹം ഒരു വ്യാപാരി കൂടിയാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് അദ്ദേഹം ഒരു വശത്ത് അമേരിക്കയുടെ താല്പര്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ മറുവശത്ത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള വ്യാപാര സാമ്രാജ്യം വളർത്തുവാൻ കൂടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൽ, അതായത് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസിഡൻസി കാലഘട്ടത്തിലും അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അമേരിക്കയെ ഏറ്റവും മഹത്തരമാക്കുക എന്ന് പറയുന്നത് അമേരിക്കയെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള രാജ്യമാക്കി മാറ്റുക, അതിലൂടെ അമേരിക്കയെ മഹത്തരമാക്കുക. അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ, അതായത് ഗ്രീൻലാൻഡ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അതായത് പനാമ കനാൽ, അല്ലെങ്കിൽ കാനഡയെ നമ്മുടെ അടുത്ത അമേരിക്കയുടെ മറ്റൊരു സംസ്ഥാനമാക്കി മാറ്റാം, ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ അമേരിക്കയുടെ, ഇത് പുതിയതായിട്ടൊരു പ്രസിഡന്റ് മാത്രം പറയുന്ന കാര്യമല്ല, പണ്ടും അത്തരത്തിലുള്ള സമീപ രാജ്യങ്ങളിലെ സമ്പത്ത് അല്ലെങ്കിൽ അവിടുത്തെ വിഭവങ്ങൾ തങ്ങളുടെ ഓണർഷിപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റുമാർ ശ്രമിച്ചിട്ടുണ്ട്. ഇദ്ദേഹം അത് കുറച്ചും കൂടെ വെട്ടിത്തുറന്ന് പറയുകയും അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ അദ്ദേഹം ബിസിനസ്സിന് നൽകുവാൻ പോകുന്ന പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് അമേരിക്കയ്ക്ക് പല രാജ്യങ്ങളുമായിട്ട്, ഇപ്പോൾ ഇന്ത്യയുമായിട്ടാണെങ്കിലും ചൈനയുമായിട്ടാണെങ്കിലും ഒരു പരിധിവരെ പറയുകയാണെങ്കിൽ വ്യാപാര കമ്മിയാണുള്ളത്.
യൂറോപ്പുമായിട്ടും അതുണ്ട്. അപ്പോൾ ഈ വ്യാപാര കമ്മി ഇല്ലാതാക്കിയാൽ മാത്രമേ അമേരിക്കയെ ഗ്രേറ്റ് ആക്കാൻ കഴിയൂ, മഹത്തരമാക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടുന്ന നടപടികൾ അദ്ദേഹം കൃത്യമായിട്ടും എടുക്കുവാനാണ് സാധ്യത. അതിൽ ഏതെങ്കിലും രീതിയിലുള്ള സിദ്ധാന്തങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള ധാർമ്മികമായിട്ടുള്ള തത്വങ്ങളോ ഒന്നും അദ്ദേഹം പാലിക്കുവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം അങ്ങനെ വ്യാപാരത്തിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ തത്വങ്ങൾക്കല്ല പ്രാധാന്യം, തങ്ങൾക്ക് ലാഭനഷ്ടങ്ങൾ എന്തുണ്ടാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യാന്തര ബന്ധങ്ങളെ ബിസിനസ്സിൻ്റെ അടിസ്ഥാനത്തിൽ കാണുന്ന ഒരു പ്രസിഡന്റാണ്. അത് വലിയ രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ പ്രസിഡൻഷ്യൽ കീഴിൽ കൊണ്ടുവരും. അവിടെയാണ് ഈ പറയുന്ന നികുതി നിരക്കുകളും അതുപോലെ തന്നെ എന്തൊക്കെ ടെക്നോളജികളാണ് നമുക്ക് പരസ്പരം കൈമാറാൻ കഴിയുന്നത്, തങ്ങൾക്ക് എന്ത് കിട്ടിയാലാണ് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുക എന്ന രീതിയിൽ വളരെ ട്രാൻസാക്ഷൻ ആയിട്ടുള്ള ഒരു പ്രസിഡന്റായിട്ട് ട്രംപ് പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.